അനുഗ്രഹമേറിയ ഈ സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു തിരുവചന ഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 23 സങ്കീർത്തനം, അതിന്റെ 4-ാം വാക്യം. 23 സങ്കീർത്തനം 4-ാം വാക്യം. സാം നമ്പർ 23 വേഴ്സ് 4. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. Even though I walk through the valley of the shadow of death, I will fear no evil. For you are with me, your rod and your staff, they comfort me. വളരെ അനുഗ്രഹമേറിയ ദൈവത്തിന്റെ വചനത്തിനായി കർത്താവിന് നന്ദി പറയുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു തിരുവചനം, നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം. മാത്രമല്ല, ഒരു കുഞ്ഞ് ദൈവത്തിന്റെ വചനം മനഃപ്പാഠമായി പഠിക്കുമ്പോൾ ആദ്യമായി പഠിക്കുന്ന ഒരു വാക്യമാണ് 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. ഈ 23-ാം സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളില് കർത്താവിന്റെ ദാസൻ ദാവീദ് തന്നെ ദൈവത്തിന്റെ കൈക്കീഴിലുള്ള ഒരു ആടായിട്ട് ചിത്രീകരിക്കുന്നു. ദൈവത്തെ തന്റെ ഇടയനായിട്ടും ദാവീദ് ചിത്രീകരിക്കുക. ഈ 6 വാക്യങ്ങൾ അടങ്ങിയ ഈ സങ്കീർത്തനം നാം പരിശോധിക്കുമ്പോൾ കേവലം ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല ദൈവത്തിന്റെ നടത്തിപ്പ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കും. ഐ വിൽ ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് ഫോർ എവർ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവിക നടത്തിപ്പ് എന്ന് പറയുന്നത് കേവലം ഈ ലോക ജീവിതത്തിന്റെ തന്റെ അവസാന ശ്വാസത്തിൽ മാത്രമല്ല ഒതുങ്ങുന്നതല്ല, മറിച്ച് ഈ ലോക ജീവിതവും മാത്രമല്ല, അവന്റെ നിത്യതയോളം അവനെ കൊണ്ടെത്തിക്കുന്നതാണ് ദൈവിക നടത്തിപ്പ് എന്ന് പറയുന്നത്. 23-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഒരു പക്ഷേ നമ്മളെല്ലാവരും കാണാതെ അറിയാവുന്നതും അനേക പ്രാവശ്യം ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ആലോചനകള് ഈ സങ്കീർത്തനം നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. ഈ 1-2 വാക്യങ്ങളില് നാം പരിശോധിക്കുകയാണെങ്കിൽ ദാവീദ് ഒരു ടെസ്റ്റിമണി പോലെ, ഒരു സാക്ഷ്യം പോലെ ഇപ്രകാരം പറയുകയാണ്: യഹോവ എന്റെ ഇടയൻ ആകും, എനിക്ക് മുട്ടുണ്ടാകി. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടത്തുന്നു. ഇതെല്ലാം നമുക്ക് വളരെ ഇഷ്ടമുള്ളതും പ്രിയമുള്ളതുമായ വാക്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക കരുതൽ അനുഭവിക്കുന്നത് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ദൈവിക സംരക്ഷണം അനുഭവിക്കുന്ന ഇഷ്ടമുള്ള കാര്യമാണ്. ദൈവിക സമാധാനത്താൽ നാം നിറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്കറിയാം, ലോക ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ ദൈവിക സമാധാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സമാധാനപരമായിട്ട് ഉറങ്ങുവാൻ പോലും കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 4-ാം സങ്കീർത്തനത്തില് കർത്താവിന്റെ ദാസൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങി, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാണ്. ഞാൻ പറഞ്ഞു വന്ന സാരം, 23-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ദാവീദ് തന്റെ ടെസ്റ്റിമണി പോലെ ഇപ്രകാരം പറയുകയാണ്: ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന, അല്ലെങ്കിൽ എന്റെ മുട്ടു തീർക്കുന്ന ദൈവം, എനിക്ക് സമാധാനം നൽകുന്ന ദൈവം, എനിക്ക് സ്വസ്ഥത നൽകുന്ന ദൈവം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോൾ അതിന് 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുകയാണ്: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നാം ചിന്തിക്കണം, ഒരു ദൈവവേദന ജീവിതത്തിൽ അവൻ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ട, എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമാധാനപരമായ ഒരു ജീവിതം ദൈവം തരുന്നതോടൊപ്പം ദൈവിക കരുതലും ദൈവിക സംരക്ഷണവും നാം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട ചില മേഖലകൾ എന്ന് പറയുന്നത് കൂരിരുളിന്റെ താഴ്വരയിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന മരണ നിഴലിൻ താഴ്വര, ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, മരണ നിഴലിൻ താഴ്വര. ഒരു ദൈവപൈതലെ സംബന്ധിച്ച് തന്റെ ജീവിത യാത്രയിൽ ഒരിക്കലെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ജീവിത സാഹചര്യമാണ് കൂരിരുളിന്റെ താഴ്വര, അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖമായി കാണുന്ന, അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു ജീവിതത്തിന്റെ ഇരുട്ട് നിറഞ്ഞ ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു
ഒരു സാധ്യത നാം ഒരിക്കലെങ്കിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ടതാണ്. വളരെ ദൈവത്തിന്റെ വചനം നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുന്ന ദൈവം, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് നടത്തുന്ന അതേ ദൈവം തന്നെയാണ് ഈ കൂരിരുൾ താഴ്വരയിൽ കൂടെ നാം കടന്നു പോകുവാനും അനുവദിക്കുന്നു എന്നുള്ളത്. നാം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അല്ലെങ്കിൽ ദൈവിക കരുതലും സംരക്ഷണവും മാത്രമല്ല നാം ഫേസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം, കൂരിരുളിന്റെ താഴ്വര ഒരിക്കലെങ്കിലും നാം ഫേസ് ചെയ്യേണ്ടി വരും. ചില വ്യക്തികളുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഇത് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ ദാവീദ് പറയുന്ന, വളരെ കോൺഫിഡൻസോടെ ദാവീദ് പറയുന്ന ഒരു കാര്യം, ഞാൻ മരണത്തിന്റെ നിഴലുള്ള താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുന്നില്ല. നമുക്കറിയാം, ഈ ഇസ്രായേൽ ജനം ആടുകളെ മേയ്ക്കുമ്പോൾ ഒരു മേച്ചിൽപ്പുറത്തെ തീറ്റ അല്ലെങ്കിൽ കഴിഞ്ഞ ശേഷം മറ്റൊരു കുന്നിന്റെ മുകളിലേക്ക് കടന്നു പോകുമ്പോൾ, ഇത് പലപ്പോഴും ഒരു വാലിയിലൂടെ, ഒരു താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ചുറ്റും ഘോരം വനങ്ങളുള്ള, ഘോരം അല്ലെങ്കിൽ മൃഗങ്ങളുള്ള ഈ താഴ്വരയിലൂടെയാണ് ഈ ആട്ടിൻകുട്ടിയും കൊണ്ട് ഇടയൻ കടന്നു പോകുന്നത്. എന്നാൽ നല്ലൊരു ഇടയന്റെ കീഴിലായിരിക്കുന്ന ആട്ടിൻകൂട്ടത്തിന് ഭയമില്ല. ഏത് സമയം വേണമെങ്കിലും ഈ മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടാം എന്ന് ഇതിനറിയാമെങ്കിലും ഇതൊരനർത്ഥവും ഭയപ്പെടുന്നില്ല. കാരണം ഈ ഇടയന്റെ വലിയ സാന്നിധ്യം. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ള ഒരു കാര്യം, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എക്സാമിൻ ചെയ്യേണ്ട, പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം. നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നാം പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, പലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പലപ്പോഴും നാം പ്രാർത്ഥിക്കാൻ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ നാം പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാം ദൈവഭക്തന്മാരുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. എന്നാൽ ഇത് സാഹചര്യങ്ങളൊക്കെല്ലാം മാറ്റം സംഭവിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അല്ലെങ്കിൽ വ്യക്തതയില്ലാതെ നാം അങ്ങ് മുന്നോട്ട് പോവുകയും. വെളിപ്പാട് പുസ്തകം നാം പരിശോധിക്കുമ്പോൾ ലബോദിക്ക എന്ന് പറഞ്ഞൊരു സഭ, ഏഴാമത്തെ സഭയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ലബോദിക്ക സഭ, അതിന്റെ 3-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. ഇതെല്ലാം നമുക്ക് കാണുന്ന അല്ലെങ്കിൽ ലഘുലേഖകളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ട്രാക്റ്റുകളിൽ നമ്മളെല്ലാവരും അച്ചടിക്കുന്ന ഒരു വാക്യമാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നാം അല്ലെങ്കിൽ പ്രസംഗങ്ങളില്, പരസ്യങ്ങളില് ഒക്കെ ഒരു അവിശ്വാസിയെ കേന്ദ്രീകരിച്ച് അവനെ പോയിന്റ് ചെയ്ത് നാം അല്ലെങ്കിൽ പറയുന്ന ഒരു ബൈബിൾ വേഴ്സാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. എന്നാൽ വളരെ ദുഃഖകരമെന്ന ഒരു വസ്തുത നാം ഓർക്കേണ്ടതുണ്ട്. ഈ വാക്യം എന്ന് പറയുന്നത് കേവലം ഒരു അവിശ്വാസിയോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു വാക്യമല്ല. കേവലം അല്ലെങ്കിൽ കർത്താവിനെ ദൈവത്തെ അറിയാത്ത അല്ലെങ്കിൽ ഒരുവനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുവാനുള്ള ഒരു വാക്യമല്ല. ഉപയോഗിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിന്റെ കോണ്ടെക്സ്റ്റ് നാം പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു ദൈവ സഭയോടുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യമാണ്, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ലബോദിക്ക സഭയെ കുറിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ ആ സഭയുടെ പ്രത്യേകത, അവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, വചനമുണ്ട്. അവിടെ സകല മീറ്റിങ്ങും, സകല കാര്യങ്ങളും, സകല പ്രോഗ്രാമുകളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിലും നാം വ്യക്തമായി പരിശോധിക്കുമ്പോൾ അവിടെ ഇല്ലാത്ത ഒറ്റ കാര്യം എന്ന് പറയുന്നത് കർത്താവില്ല, കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഇല്ല. നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ഇവിടെ നാം ഈ ലബോദിക്ക സഭയൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഭയങ്കര ആരാധന നടക്കുന്നു, ഭയങ്കര പ്രാർത്ഥന, പാട്ട്, പ്രസംഗം എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരാൾ വാതിക്കൽ വന്ന് മുട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഡിസ്റ്റർബൻസ് തോന്നാം. ഒരാൾ ചെന്ന് തുറന്ന് വാതിൽ തുറന്നപ്പോൾ ഇതാ വാതിക്കൽ നിന്ന് മുട്ടുന്നത് വേറെ ആരുമല്ല, കർത്താവ് തന്നെ. നാം മനസ്സിലാക്കുക, കർത്താവ് ഉണ്ട് എന്ന് അഭിമാനപ്പെട്ടുകൊണ്ട് നാം ജീവിക്കുമ്പോൾ പലപ്പോഴും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് വളരെ അകന്നു നിൽക്കുക, ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ട് എന്ന് തിരിച്ചറിയാതെ പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.
ഇവിടെ മരണനിഴലിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവൈതല് അല്ലെങ്കിൽ ഭയപ്പെടാത്തതിന്റെ കാരണം അവന്റെ ഒരു ഉറപ്പാണ്, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടിയുണ്ട്, യഹോവയുടെ സാന്നിധ്യം എന്നോട് കൂടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ ദൈവം എന്നെ കടത്തിവിട്ടാൽ ഞാൻ ഭയപ്പെടുകയില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുദിനം പരിശോധിക്കേണ്ട ഒന്ന് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത്. മോശ പ്രകാരം പ്രാർത്ഥിച്ചു, യഹോവേ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ നീ എന്നെ അയക്കരുത്. സകല ഭക്തന്മാരുടെ പ്രാർത്ഥനയിലുള്ളൊരു പ്രധാനമായ ആവശ്യമായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം. അവരുടെ ജീവിതത്തിൽ അനുദിനം അവർ പരിശോധിച്ചുകൊണ്ടിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന്. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ദൈവിക സാന്നിധ്യത്തിന്റെ പ്രതീകമായിട്ട് അവർക്ക് ഉണ്ടായിരുന്ന മുമ്പിലുള്ള മേഘസ്തംഭമായിരുന്നു. എന്നാൽ ഇന്ന് ഈ വൈകിയ സമയത്ത് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ദാവീദ് പറയുന്ന ഇങ്ങനെയാണ്, ഞാൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നില്ല, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നാം പരിശോധിക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ വാക്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ഈ ലവോദിക്ക സഭയുടെ കാര്യങ്ങൾ നാം പരിശോധിച്ചു. അവിടെ അവർ പറയുന്നു, ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഞങ്ങൾക്കൊന്നിനും കുറവില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് അവരെ ചൂണ്ടിക്കാണിക്കുകയാണ്, നിങ്ങൾക്ക് കാഴ്ചയുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ നിങ്ങൾ കുരുടരാകുന്നു, നിങ്ങൾക്ക് വസ്ത്രമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നഗ്നരാകുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവർക്ക് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് ഇവർ അവകാശപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, ഇത് യേശു ക്രിസ്തു വാതിലിന് സഭയുടെ പുറത്തു നിന്ന് മുട്ടുകയും. നാം ഇന്ന് രാത്രി പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന, നാം വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നാം നമ്മെ തന്നെ പരിശോധിപ്പിക്കും. കർത്താവിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അപ്പൊ നാം അനുദിനവും പരിശോധിക്കേണ്ട ഒരു കാര്യം, ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നു. എങ്ങനെയാ പരിശോധിക്കുന്നത്? ഞാൻ ഉച്ചത്തിൽ പാടുന്നത് കൊണ്ടോ, നല്ല രീതിയിൽ പ്രസംഗിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നത് കൊണ്ടോ ഇതൊന്നും മോശമാണെന്നല്ല പറഞ്ഞത്. നാം പരിശോധിക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാൻ അനുദിനവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ അനുദിനം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, കർത്താവ് എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കും. 1-2 വേദവചനം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുക. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം ഞാൻ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് പിന്നീട് അത് റെഫർ ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യത്തില് അതിന്റെ പശ്ചാത്തലം നാം പരിശോധിക്കുമ്പോൾ, മിദ്യാന്യരൊക്കെ വന്ന് ഈ ഇസ്രായേൽ ജനം അവർ വിതച്ചിരിക്കുമ്പോൾ കുഴപ്പമില്ല, കൊയ്യാൻ പാകമായിരിക്കുമ്പോൾ അവരുടെ സകല നന്മകളും വിളകളും വന്ന് നശിപ്പിച്ചു കളയും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മിദ്യാന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ ഇവൻ മുന്തിരിച്ചക്കിനകത്ത് വെച്ച് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ വളരെ ഭയത്തോടെ മിദ്യാന്യരെ ഭയപ്പെട്ട് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്ന ഗിദെയോന്റെ അടുക്കല് യഹോവയുടെ ദൂതൻ കടന്നു വന്നിട്ട് അവനെ ഇപ്രകാരം സംബോധന ചെയ്യുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടിയുണ്ട്. നാം ചിന്തിച്ച് ഇവിടെ സംബോധന ചെയ്യുന്ന, ഇവിടെ പറയുന്ന 2 കാര്യങ്ങളാണ്. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടിയുണ്ട്. ആദ്യത്തെ കാര്യത്തില് ഇദ്ദേഹത്തിന് വലിയ ഡൗട്ടൊന്നുമില്ല. പരാക്രമശാലി എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് എന്നെ പരാക്രമശാലി എന്ന് വിളിച്ചതെന്നൊന്നും സംശയം ഇവിടെ ഗിദെയോൻ ചോദിക്കുന്നില്ല. ഈ സാഹചര്യം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വളരെ ഭയത്തോടെയാണ് മിദ്യാന്റെ കയ്യിൽ ഇതെങ്ങാനും ഗോതമ്പ് അകപ്പെട്ടു പോകുന്ന വളരെ ഭയത്തോടെ അവർ കാണാതെ മുന്തിരിച്ചക്കിനകത്ത് വെച്ച് മെതിച്ചുകൊണ്ടിരിക്കുന്ന ഗിദെയോൻ, വളരെ ഭയത്തോടെ ആയിരിക്കുന്ന ഗിദെയോനെയാണ് സംബോധന ചെയ്യുന്നത്, അല്ലയോ പരാക്രമശാലിയെ. എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെ സംബോധന ചെയ്യുന്നത് ചോദിക്കുന്നില്ല. 2-ാമത്തെ കാര്യം ഇങ്ങനെയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട്. 2-ാമത്തെ കാര്യം ചോദിച്ചപ്പോൾ അവന് സംശയമായി, ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ കാരണം എന്താ? പലപ്പോഴും ഞാനും നിങ്ങളും ചോദിച്ചു പോകുന്ന ചോദ്യങ്ങളാണ്, ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇപ്രകാരം ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങളോട് ഞാൻ കടന്നു പോകാനുള്ള കാരണം എന്താ?
ഇപ്രകാരം കൂരിലിന്റെ താഴിലൂടെ എന്നെ കടന്നു പോകാനുള്ള കാരണം എന്താ? പലപ്പോഴും നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും, അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല. 42-ാം സങ്കീർത്തനത്തിലെ കോരഹപുത്രന്മാർ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അവര് പറയുകയാണ്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ ചോദിക്കുന്നു. രാവും പകലും ഞങ്ങളോട് ചോദിച്ച് ഞങ്ങളെ നിന്ദിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ ചോദിക്കുന്നതുകൊണ്ട്, രാവും പകലും ചോദിക്കുന്നതുകൊണ്ട് കണ്ണുനീര് ഞങ്ങൾക്ക് ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ നോക്കിയിട്ട് ഇവരെല്ലാം ദൈവത്തിനു വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന വ്യക്തികളുമാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഒരു ദൈവികമായ ഉത്തരം ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല? ഒരു വ്യക്തമായ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ദൈവിക പ്രവൃത്തി ഇവരുടെ മുമ്പിൽ ഇല്ലല്ലോ. എവിടെ നിങ്ങളുടെ ദൈവമെന്ന് അവർ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഇവിടെ കോരഹപുത്രന്മാർ പറയുന്നു, മുമ്പിൽ എടുത്തു കാണിക്കുവാനായിട്ട് ഒരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് പകലും രാത്രിയും കരയുവാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ. രാവും പകലും കണ്ണുനീർ ഞങ്ങൾക്ക് ആഹാരമായി തീർന്നിരിക്കും. എങ്കിലും അവര് സെൽഫ് മോട്ടിവേഷൻ ചെയ്യുന്ന എങ്ങനെയാണ്? എൻ മനമേ, അല്ലെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്ന് ഞാൻ ഇനി അവനെ സ്തുതിക്കും. അപ്പൊ നാം മനസ്സിലാക്കുക, ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നാം ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായി പോകുമ്പോൾ മാത്രമല്ല ദൈവത്തിന്റെ സാന്നിധ്യം. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത തരത്തിൽ ജീവിത സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ, ഒരിക്കലും നാം കടന്നു പോകാൻ ആഗ്രഹിക്കാത്ത തലങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ, ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരിക്കലും നാം അല്ലെങ്കിൽ ഓർക്കുവാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത വേദനയിലൂടെ നാം ആയിരിക്കുമ്പോൾ, പലപ്പോഴും ഞാനും നിങ്ങളും ചോദിച്ചു പോകുന്ന ചോദ്യമാണ്, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടോ? ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ദൈവം ഞങ്ങളെ കാണുന്നില്ലേ? ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നില്ലേ? അനേക ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചോദിച്ചു പോവുകയാണ്. ഒരിക്കൽ ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ, പടകിൽ യാത്ര ചെയ്യുമ്പോൾ, അവിടെ കാറ്റ് കോള് വന്ന് തിരമാലകൾ ഉയർന്ന് അവരെ പടക് മുങ്ങുമാറ് പോകുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുമെന്ന് നിനക്ക് വിചാരമില്ലേ? പ്രിയ ദൈവജനമേ, നാം ചിന്തിക്കുക, നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, ജീവിത സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ, ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത തരത്തിലൂടെ ഉള്ള ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ, വേദനയിലൂടെ കടത്തിവിടുമ്പോൾ നാം ചോദിക്കുകയാണ്, ദൈവം എന്നെ കാണുന്നില്ലേ? ദൈവം എന്നെ അറിയുന്നില്ലേ? ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ? ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഇല്ലേ? പലപ്പോഴും നാം ചോദിച്ചു പോകുന്ന ചോദ്യങ്ങൾ. യോബിന്റെ ജീവിതം നാം പരിശോധിക്കുകയാണെങ്കിൽ, തന്നെ പോലെ ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും നിഷ്കളങ്കനുമായ വ്യക്തി അവിടെ ഇല്ലായിരുന്നു എന്ന് ദൈവം തന്നെ സാക്ഷ്യം പറയുന്ന വ്യക്തിയാണ്. എന്നാൽ തന്റെ ജീവിതത്തിൽ നാം കാണുന്ന എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ് യോബിന്റെ ലൈഫ് ഹിസ്റ്ററി. തന്റെ ജീവിതത്തിൽ ഒരു നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. തന്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, സൗന്ദര്യം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, തീരാ രോഗിയായി തീർന്നു, സകലതും നഷ്ടപ്പെട്ട് അവന്റെ സ്നേഹിതർ മാറി നിന്ന് അവനെ കുറ്റം വിധിക്കുമ്പോൾ, 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇയ്യോബ് പറയാണ്, മൈ റെഡീമർ ലീവ്സ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കും. എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച് പോയാലും ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും. അപ്പൊ നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമുണ്ട്. ഒരിക്കലെങ്കിലും നാം കടന്നു പോകേണ്ട, ദൈവം ഇടയനായിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നാം അവകാശപ്പെടുമ്പോൾ തന്നെയും നാം ചില കൂരിലിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ഒരുപക്ഷെ ഈ പ്രസന്റ് ടൈമില് നിങ്ങൾ ഒരുപക്ഷെ അപ്രകാരമുള്ള സാഹചര്യം ഫേസ് ചെയ്യുന്നവരാകാം. പലപ്പോഴും നമ്മൾ കൺഫ്യൂഷനായിട്ട് പോകുന്നവരാകാം. പലപ്പോഴും ഞങ്ങൾ ദുഃഖത്തോടെ നിരാശയോടെ കടന്നു പോകുന്നവരെ, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ സേവിക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തിന് വേണ്ടി പരമാർത്ഥ ഹൃദയത്തോടെ നിൽക്കുന്നു, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നോർത്ത് നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുക, ദൈവം നമ്മോട് കൂടി ഇരിക്കുന്നുണ്ട്. ദൈവിക സാന്നിധ്യം നമ്മോട് കൂടി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് നാം അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. കാരണം നാം തിരുവചനം പരിശോധിക്കും, ഇവിടെ ഗിദെയോന്റെ സംശയമായിരുന്നു, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് എങ്ങനെയാണ്? അവിടെ നമ്മൾ ഒരു സർക്കിൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, അവര് ദൈവസന്നിധിയിൽ പാപം ചെയ്തു.
പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ദൈവം അവരെന്ത് ചെയ്യുന്നു? സിൻ ലീഡ്സ് ടു സെർവിറ്റ്യൂഡ്. അത് അവരെ അന്യജാതികളുടെ ഇടയിൽ അവരത് അടിമകളായിട്ട് ദൈവം അവരെ ഏൽപ്പിക്കും. അവിടെ ഇരുന്ന് അവർ ദൈവസന്നിധിയിൽ ഈ ശത്രുക്കൾ നിമിത്തം അല്ലെങ്കിൽ അടിമത്ത നിമിത്തം അവർ ദൈവസന്നിധി നിലവിളിക്കുന്നു. സിൻ ലീഡ്സ് ടു സെർവിറ്റ്യൂഡ്, സെർവിറ്റ്യൂഡ് ലീഡ്സ് ടു സപ്ലിക്കേഷൻ. ഈ അവർ ദൈവസന്നിധി നിലവിളിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. സപ്ലിക്കേഷൻ ലീഡ് ടു സേവിയർ. ഒരു രക്ഷകനെ അവർക്ക് വേണ്ടി ഉയർത്തുകയാണ്. രക്ഷകനെ ഉയർത്തി അവർ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ നൽകി. അടുത്ത് നാം കാണുന്ന സൈലൻസ്. അവരെന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് ദൈവത്തോട് സംസാരിക്കാതെ, ദൈവവുമായി ബന്ധമില്ലാതെ അവർ നിശബ്ദരായി തുടരുന്നു. ആ നിശബ്ദത അവരെ വീണ്ടും പാപത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ ഇങ്ങനെ നാം മനസ്സിലാക്കി, ഇങ്ങനെ ഒരു സർക്കിൾ പല സ്ഥലങ്ങളിലായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഇവരെ നശിപ്പിച്ച് കളയുവാനല്ല ഇവരെ മിഥ്യാന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചത്, മറിച്ചത് അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പലപ്പോഴും കൂരിരുളിന്റെ അനുഭവം വരുന്നത് അതിന്റെ പിന്നിൽ പല റീസൺസ് ആയിരിക്കും. അത് നമ്മൾ അല്ലെങ്കിൽ പരിശോധിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത്. യോബിന്റെ ജീവിതത്തില് അപ്രകാരമുള്ള മരണത്തിന്റെ താഴിലൂടെ തന്നെ കടത്തിവിട്ട് എന്നാൽ നാം മനസ്സിലാക്കുക. എന്നാൽ പിന്നത്തെ ദൈവം യോബിനെ ഉയർത്തുവാനെ ഇടയാച്ചു. ഒന്ന് രണ്ട് വാക്യങ്ങളുടെ യേശുവിനെ പറഞ്ഞ് ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന്റെ 39 അധ്യായം 20-21 വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ക്യാരക്ടറാണ് ജോസഫ്. ഈ യോസഫിന്റെ ജീവിതം വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ, വളരെ നമുക്കറിയാം, ഒരിക്കലും താൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലൂടെ ആയിരുന്നില്ല തന്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പന സ്നേഹിക്കപ്പെട്ട വ്യക്തി, മറ്റുള്ളവർക്ക് ഒരു ദോഷവും അല്ലെങ്കിൽ ചെയ്യണമെന്ന് മനസ്സിൽ പോലും നിരൂപിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തില് ഈ സഹോദരന്മാർ ഇവനോട് ദോഷം ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ വിട്ടുകളയാണ്. എന്നാൽ ഇവന്റെ ജീവിതത്തില് ഓരോ കാര്യങ്ങളും ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ് സംഭവിച്ചത്. ഓരോ കാര്യങ്ങൾ സംഭവിക്കും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ബട്ട് ഗോഡ് വാസ് സൈലന്റ് ദേർ. അവിടെ ദൈവം അവിടെയൊക്കെ നിശബ്ദനായിരുന്നു. നമുക്കറിയാം, ഈ യോസഫ് ഇവനെ പോത്തിഫർ അവിടെ ജയിലിൽ പിടിച്ച് ഇടുമ്പോൾ ഇവനെതിരെ വ്യക്തമായ പ്രൂഫോടുകൂടിയാണ് ഇവനെ പിടിക്കപ്പെട്ടത്. ഇവന്റെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടത്. അവനെ സപ്പോർട്ട് ചെയ്യുവാൻ അവിടെ ആരുമില്ലായിരുന്നു. കാരണം തെളിവോടുകൂടി പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കറിയാം, കുറ്റം ചെയ്യാത്ത ഒരു വ്യക്തി അവിടെ തെളിവോടുകൂടി പിടിക്കപ്പെട്ടിരിക്കുകയും ഒരു മനുഷ്യൻ പോലും അവന് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഇല്ല. നാം മനസ്സിലാക്കുക, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കാരാഗ്രഹത്തിൽ യോസഫിനെ കൊണ്ടുവിടുമ്പോഴും യഹോവ അവനോട് കൂടി ഉണ്ടായിരുന്നു. നാം മനസ്സിലാക്കുക, എന്നാൽ നാം ഒരു പക്ഷെ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ദൈവം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കാരാഗ്രഹം അവനെ ഒഴിവാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് നാം ചിന്തിക്കും. എന്നാൽ ഈ കാരാഗ്രഹത്തിന് പിന്നിലെ ദൈവത്തിന് വലിയൊരു പർപ്പസ് ഉണ്ട്. അവിടെ കാരാഗ്രഹത്തിൽ നിന്ന് കൈവിട്ട് കളയുന്ന ഒരു ദൈവത്തെ അല്ല ദൈവത്തെ നാം സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കുക, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 43 അധ്യായം 2 വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്: നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ നിന്നെ കവിയുകയില്ല, നീ തീയിൽ കൂടെ കടന്നാൽ എന്തു പോകുകയില്ല. നാം മനസ്സിലാക്കുക, ഇവിടെ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ അത് നമ്മെ കവിയുകയില്ല എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ വെള്ളം വരാതെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ കടന്നു പോകാതെ ദൈവം അനുവദിക്കുന്നില്ല എന്നല്ല. നാം അല്ലെങ്കിൽ വെള്ളത്തിന്റെ സമാനമായ സാഹചര്യത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിടും. തീരെ സമാനമായ സാഹചര്യത്തിൽ ദൈവം നമ്മെ കടത്തിവിടും. പക്ഷേ ദോഷവും തട്ടാതെ തന്നെ ദൈവം നമ്മെ അതിൽ നിന്നൊക്കെയും പരിപാലിക്കും. അപ്പോൾ വ്യത്യസ്തമായ അല്ലെങ്കിൽ കാര്യങ്ങളിലൂടെയാണ് ദൈവം നമ്മെ നടത്തിവിടുന്നത്. ദൈവം നടത്തിപ്പുകാരനായി, ആലോചനക്കാരനായി, നമ്മുടെ സ്നേഹിതനായി നമ്മോട് കൂടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ നമുക്ക് കരുതുന്ന ദൈവം മാത്രമല്ല, സമാധാനം തരുന്ന ദൈവം മാത്രമല്ല, നമ്മെ സംരക്ഷിക്കുന്ന ദൈവം മാത്രമല്ല, കൂരിരുളിന്റെ അനുഭവത്തിലൂടെ കടത്തിവിടുന്ന ഒരു ദൈവമാണ്. പക്ഷേ അവിടെ ഒരു ദൈവവൈദ്യർ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. ഇവിടെ യോസഫിന്റെ ജീവിതത്തിൽ അവൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ നാം മനസ്സിലാക്കുക, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുകൂലമല്ല എങ്കിലും, ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമാണെങ്കിലും, മറ്റുള്ളവർ കുറ്റം വിധിക്കുന്ന ജീവിതത്തിന്റെ തലങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും നാം മനസ്സിലാക്കുക, എന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ടോ.
അതാണ് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അല്ലാതെ മറ്റ് മെറ്റീരിയലിസ്റ്റിക് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് മാത്രമല്ല നാം പരിശോധിക്കേണ്ടത്. ഒരുവിധ അല്ലെങ്കിൽ പറയത്തക്ക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിലും നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, എന്റെ ജീവിതത്തിൽ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന്. വളരെ ഷോർട്ടസ്റ്റ് ആയ ഒരു പ്രെയർ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രെയർ ഓഫ് ജാബേസ്, എബേസിന്റെ പ്രാർത്ഥന. എബേസിന്റെ പ്രാർത്ഥനയിൽ പക്ഷേ 4 കാര്യങ്ങളാണ് പറയുന്നത്. നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം, എന്റെ അതിർവരമ്പുകളെ വിശാലമാക്കണം, അനർത്ഥ വ്യസനത്തിന് കാരണമായി തീരാതെ നീ എന്നോട് കൂടെ ഇരിക്കണം, നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം, എന്നെ കാക്കുമാറാകണം. 4 വിഷയങ്ങളിൽ മൂന്നാമത്തെ വിഷയം പറയുന്നത് നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. അപ്പൊ അവിടെ ഭക്തന്മാരുടെ ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു ജീവിതം. പ്രിയ ദൈവജനമേ, നാം പരിശോധിക്കുക, നാം എപ്പോഴെങ്കിലും അപ്രകാരമുള്ള ദൈവിക സാന്നിധ്യമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കാറുണ്ടോ? അല്ലെങ്കിൽ എന്നോട് അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കാത്ത സാഹചര്യത്തിലൂടെയാണോ നാം കടന്നു പോകുന്നത്? പലപ്പോഴും ജീവിത സാഹചര്യം മോശമാകുമ്പോൾ, കൂരിരുളിന്റെ മരണനിഴലിന്റെ താഴ്വിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം പലപ്പോഴും പരാതിപ്പെടാറുണ്ടോ? ദൈവം എന്നെ കാണുന്നില്ലേ, അറിയുന്നില്ലേ, എന്നെ സ്നേഹിക്കുന്നില്ലേ, എനിക്ക് വേണ്ടി കരുതുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത്? പല സംശയങ്ങൾ നമുക്ക്. നാം മനസ്സിലാക്കുക, നമുക്ക് ഈ കൂരിരുളിന്റെ താഴ്വര ഒരിക്കലെങ്കിലും നാം ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അവിടെയൊക്കെയും നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ദൈവത്തിന്റെ വാഗ്ദത്തം, ദ ഗ്രേറ്റസ്റ്റ് പ്രോമിസ് എന്ന് പറയുന്നത് നിത്യജീവനാണ്. പക്ഷെ ഈ ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോമിസ് എന്ന് പറയുന്നത്, ഞാൻ നിന്നോട് കൂടി ഇരിക്കും. കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്ന ശേഷം സ്വർഗാരോഹണം ചെയ്യുന്ന സമയം അവിടെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ട് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട. അവിടെ ഒരു വലിയൊരു നിയോഗം അവർക്ക് കൊടുക്കുന്നുണ്ട്. സകല ജാതികളെ ശിഷ്യരാക്കുവാനും വേണ്ടി വലിയ നിയോഗം കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് പാർക്കും ആവശ്യമായ വീട് തരാം എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആവശ്യങ്ങളെല്ലാം ഞാൻ സാധ്യമാക്കി തരാമെന്നല്ല പറഞ്ഞത്. ദൈവം കർത്താവായ യേശു ക്രിസ്തു തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഷുവർലി ഐ ആം വിത്ത് യു ഓൾവേസ് ടിൽ ദ എൻഡ് ഓഫ് ദ ഏജ്. ഞാൻ എന്ത് ചെയ്യാ, ലോക അവസാനത്തോടും ഞാൻ നിങ്ങളോട് കൂടെ. രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നാം മനസ്സിലാക്കുക, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൈവികമായ വാഗ്ദത്തം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കാമെന്നുള്ളത്. നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ, നാം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായാൽ, കർത്താവിന് വേണ്ടി പോകുവാൻ തയ്യാറായാൽ, കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായാൽ, കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കാൻ തയ്യാറായാൽ, കർത്താവ് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. നാം മനസ്സിലാക്കുക, ഈ ലോകത്തില് ഒരു മനുഷ്യന് നമുക്ക് ഇപ്രകാരം വാഗ്ദത്തം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് വാഗ്ദത്തം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഭർത്താവിന് ഭാര്യയോട് പറയാം, ഒരു പക്ഷെ പറയാം ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. ഒരു സ്നേഹിതന് പറയാം, ഒരു പക്ഷെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. പക്ഷെ നാം മനസ്സിലാക്കുക, തിരുവചനം പരിശോധിക്കുമ്പോൾ സകല മനുഷ്യന്റെ വാക്കുകളും മാറിപ്പോകുന്നു. സകലരും വാക്ക് മാറുന്നവരും വാക്തത്വം അല്ലെങ്കിൽ നിവർത്തിക്കുവാൻ കഴിയാത്തവരുമായ മനുഷ്യരാണ്. നാം എല്ലായ്പ്പോഴും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇരിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യരാണ്, ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാൽ ഈ സമൂഹത്തിൽ നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു കർത്താവ് എന്ന് പറയുന്നത് തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ആ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന വിഷയം, നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ട അല്ലെങ്കിൽ നാം എക്സാമിൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം. ഒരു പക്ഷെ നാം കൂരിലിന്റെ താഴ്വരനാണെന്ന് നാം ഒരു പക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മരണനിഴലിൻ താഴ്വരയിലൂടെ നാം കടന്നു പോകുന്നത്, ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുന്ന ഒരു തലത്തിലൂടെ നാം കടന്നു പോകുന്നത്. സകല കാര്യങ്ങളിൽ നമുക്ക് തിരിച്ചറിവുണ്ട്. പക്ഷേ ഇതിന്റെ മധ്യത്തിൽ നമുക്കൊരു ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കും. ദാവീദ് പറയാണ്, കൂരിൽ താഴെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയും. പ്രിയ ദൈവജനമേ, നാം മനസ്സിലാക്കുക, കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്
ഞാൻ നിങ്ങളോട് കൂടെ ലോക അവസാനം. ഒരു ദിവസം 2 ദിവസമല്ല, നമുക്ക് സൗഖ്യമുള്ളപ്പോൾ മാത്രമല്ല, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ മാത്രമല്ല, നമുക്ക് സമ്പത്തുള്ളപ്പോൾ മാത്രമല്ല, നമ്മൾ സുഖകാലത്ത് മാത്രമല്ല. ഇവിടെ പറയുന്നു, നാം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായാൽ, നാം കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായാൽ, നാം കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ, കർത്താവ് പറയുകയാണ്, ലോക അവസാനത്തോളം കർത്താവ് നമ്മോട് കൂടി ഇരിക്കും. ഒരു വാക്യം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് ദിവസം ഇരിക്കുവാൻ താല്പര്യപ്പെടുകയും, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ആകയാൽ ദൈവത്തിനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തലസമയത്ത് നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നാം ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മോട് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസ കാര്യം എന്ന് പറയുന്നത്, ഏത് സമയത്തും ഏത് ആവശ്യത്തിന് വേണ്ടി വിളിക്കാമെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാലും അതിനെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്. ഒരു സമയം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം വന്നാൽ വിളിക്കാൻ പറ്റത്തില്ല. എല്ലാ കാര്യത്തിലും എല്ലാവർക്കും നമ്മെ സഹായിക്കുവാൻ പറ്റത്തില്ല. എല്ലായ്പ്പോഴും അവന്റെ അടുക്കിലേക്ക് ഓടിപ്പോകുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഇവിടെ കർത്താവിന്റെ സന്നദ്ധി നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത് 24/7, 24 മണിക്കൂറും, ആഴ്ചയിൽ 7 ദിവസം 24 മണിക്കൂറും നമുക്കുമായിട്ട് തുറന്നിരിക്കുകയാണ്. മുമ്പ് ഇവിടെ, അല്ലെങ്കിൽ കൃപാസനത്തിൽ ഇവിടെ കടന്നുപോയിക്കൊണ്ട് മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം അത് തന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗം അർപ്പിച്ച ശേഷം, ജനത്തിന്റെ പാപപരിഹാരത്തിന് യാഗം അർപ്പിച്ച ശേഷം, അതും കോൺഫിഡൻസോടെയല്ല, ധൈര്യത്തോടെയല്ല, ഇവിടെ ഭയത്തോടുകൂടി ആണ്ടിലൊരിക്കൽ ഡേ ഓഫ് അറ്റോൺമെന്റിൽ മാത്രം പ്രവേശിച്ചിരുന്ന ഒരു സ്ഥലത്ത് ദിവസം 24 മണിക്കൂറും ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് ദൈവം നമുക്ക് അവകാശം തന്നു. അതെങ്ങനെയാ? വിത്ത് കോൺഫിഡൻസ്, ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ അവകാശം. നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുവാനുള്ള ഒറ്റ റീസൺ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, മരണത്തെ ജയിച്ചവനായി സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആ മഹാപുരോഹിതന്റെ പ്രത്യേകത, നമ്മുടെ സകല ബലഹീനതകളിലും നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന, പാവമൊഴികെ നമുക്ക് തുല്യമായ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായ മഹാപുരോഹിതൻ. അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന സകല കാര്യങ്ങൾ കർത്താവെ നീ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ, നാം കടന്നു പോകുന്ന, ഒരു മനുഷ്യൻ കടന്നു പോകാൻ സാധ്യതയുള്ള സകല ജീവിതത്തിന്റെ സകല കൈപ്പേറിയ അനുഭവങ്ങളും തന്റെ സ്വന്തം ശരീരത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു മഹാപുരോഹിതൻ. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ നാം മനസ്സിലാക്കുക, നമ്മുടെ ദുഃഖ സമയത്ത്, നമ്മുടെ കൂരിൽ താഴ്വരകളുടെ അനുഭവത്തിൽ, മരണനിഴലിന്റെ താഴ്വര അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുന്ന, നിന്റെ ദൈവം എവിടെ നിന്ദിക്കുന്ന സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, നാം മനസ്സിലാക്കാൻ നമുക്ക് മുറുകെ പിടിക്കുവാനുള്ള ഒരു അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു നാമം. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നാം പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഡിപ്രസ്ഡ് ആയി പോകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രൈസ് ചെയ്യണമെങ്കിൽ, ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നാം നോക്കേണ്ടത് ദൈവത്തിങ്കിൽ പ്രത്യാശ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. അതുകൊണ്ട് കോരകുത്രന്മാർ മറ്റൊരു ഭാഗത്ത് 46 സംഖ്യത്തിൽ പറയുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പോകുമ്പോൾ നമ്മെ വിട്ടുകളയുന്ന ഒരു ദൈവമല്ല, നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം. സകലരും വിട്ടുപോകാത്ത ഒരാളുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, മോശമായൊരു ഫേസിലൂടെ നാം ആയിരിക്കുമ്പോൾ, നമുക്ക് പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവരൊക്കെയും നമ്മെ വിട്ടുപോകാം. നമ്മുടെ സ്നേഹിതരെന്ന് പറയുന്നവർ വിട്ടുപോകാം, നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവർ വിട്ടുപോകാം, നമ്മളോടുകൂടെ പ്രാർത്ഥിക്കേണ്ടവർ, നമ്മളെ സഹായിക്കേണ്ടവർ വിട്ടുപോകാം. പക്ഷെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം. അതുകൊണ്ട് കോരകുത്രന്മാർ പറയുകയാണ്, അവർ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളോട് കടന്നു പോയപ്പോൾ അവരിങ്ങനെയാണ് പറയുന്നത്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട്, എവർ പ്രസന്റ് ഇൻ ട്രബിൾ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത ഒരു തുണയായിരിക്കുന്ന ഒരു കർത്താവ്. എന്റെ വാക്കുകൾ
ഇന്ന് രാത്രി ഞാൻ ഇവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുക. ഈ നാം പരിശോധിക്കുക, നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ സുഖകരമായ അനുഭവങ്ങൾ മാത്രമല്ല, സമാധാന സ്വസ്ഥതയുള്ള ജീവിതം അത് പ്രദാനം ചെയ്യുന്ന ദൈവം തന്നെ, നമുക്ക് വേണ്ടി കരുതുന്നത് ദൈവം തന്നെയാണ്, നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം തന്നെയാണ്. അതേ ദൈവം തന്നെ അനുവദിച്ചിട്ട് പലപ്പോഴും ഊരിരുണ്ട അവസ്ഥയിലൂടെ നാം കടന്നു പോകുന്നു, ദുഃഖത്തിന്റെ താഴിലൂടെ കടന്നു പോകുന്നു, വേദനയുടെ താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ ഇതൊന്നും കണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയൊക്കെ നാം തിരിച്ചറിയും. കാരാഗ്രഹത്തിൽ കിടന്ന് അവിടെ യോസേഫ് തിരിച്ചറിഞ്ഞത് യഹോവ അവനോട് കൂടെ ഉണ്ടായി. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്, നാം പ്രയാസപ്പെട്ടു പോകരുത്, നമ്മുടെ ജീവിതം തീർന്നു എന്ന് നാം ഓർക്കരുത്. മറിച്ച് ദൈവമുഖത്തേക്ക് നോക്കുക, അവൻ നമ്മുടെ മുഖപ്രകാശ രക്ഷയും ദൈവമെന്ന് നമുക്ക് വീണ്ടും പറയുവാൻ സാധിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരങ്ങൾ ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചു ദൈവം സ്നേഹിക്കും. താങ്ക് യു.